നല്ല മൊരിഞ്ഞ പക്കവട. ഇന്നലെ അമ്മ വന്നപ്പോൾ കൊണ്ടുവന്ന കേട്ടോ, ചേട്ടൻ്റെ അമ്മയാണ്. അമ്മ ഇങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കിയാൽ അതിൻ്റെ ഒരു പങ്ക് ഇവിടെ എന്തായാലും തീർച്ചയായിട്ടും കിട്ടും. അപ്പം അത് അമ്മ വന്നപ്പോൾ നല്ല പൊറോട്ടയും ബീഫും കൊണ്ടുവന്നു. പിള്ളേർക്ക് അമ്മ വന്നാൽ ഭയങ്കര ഇഷ്ടം കേട്ടോ. അമ്മയെ ഭയങ്കര കാര്യമാണ് പിള്ളേർക്ക്. അമ്മ ഒന്നും പറയത്തില്ല. അതാണ് എന്തെല്ലാം കുരുത്തക്കേട് കാണിച്ചാലും ഒരക്ഷരം പോലും മിണ്ടത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് മാമനാണെങ്കിൽ ഇലയുടെയൊക്കെ കൊണ്ടുവന്നിട്ട് അപ്പോൾ അതുമൊക്കെ ഞങ്ങൾ കഴിച്ച് അങ്ങനെ അന്ന് രാത്രി കഴിഞ്ഞു. പെട്ടെന്നായിരുന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ സ്കൂളുണ്ടല്ലോ, പോകുന്നില്ലെന്ന് അമ്മ ഇവിടെ നിൽക്കുന്നു ചോദിച്ച് പോകാൻ എല്ലാവർക്കും സ്കൂളിൽ പോകാൻ മടിയായിരുന്നു. പക്ഷെ അമ്മ പിള്ളേരോടെ തന്നെ ഇറങ്ങുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എല്ലാവരും ഉഷാറായി. പിന്നെ പെട്ടെന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ തട്ടിക്കൂട്ടി. ഇന്ന് ഒരു ഒരു തക്കാളിക്കറിയായിരുന്നു കേട്ടോ. ചപ്പാത്തിയും തക്കാളിക്കറിയായിരുന്നു. അതെല്ലാം അങ്ങോട്ട് പെട്ടെന്ന് ഷടപടി ഉണ്ടാക്കി. അതിനിടയ്ക്ക് അമ്മയും മക്കളും ഒക്കെ ഒരുങ്ങുന്നുണ്ട് പോകാൻ. അമ്മയുടെ ഇപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ അമ്മ കേൾക്കത്തില്ല. അത് കാരണം ആകെ മക്കളെ കാണാനാണല്ലോ വരുന്നത്. അല്ലെങ്കിൽ മക്കളുണ്ടായി കഴിഞ്ഞാൽ പിന്നെ മരുമക്കൾക്ക് സ്ഥാനമില്ല, മക്കൾക്ക് സ്ഥാനമില്ല. കൊച്ചുമക്കൾക്ക് മാത്രമാണ് ഇമ്പോർട്ടൻസ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ കാര്യങ്ങളൊന്നും അവർക്ക് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ. അവരുടെ കൊച്ചുമക്കൾ, അതിപ്പോൾ എൻ്റെ അമ്മയായാലും ചേട്ടൻ്റെ അമ്മയായാലും എല്ലാം അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് മക്കളെല്ലാം റെഡി ആവുന്നുണ്ട്. പിന്നെ ടിഫിനൊക്കെ കിട്ടി. അവർ അതിൻ്റെ ഇടയ്ക്ക് ഭക്ഷണം കഴിച്ചു. ചെറിയ മോൾക്കാണ് ഈ പ്രാവശ്യം സ്കൂളിൽ നിന്ന് കിട്ടിയത്. അവൾ ഫസ്റ്റാണ് സ്കൂളിൽ പോകുന്നത്. അവൾക്ക് കിട്ടിയ സോക്സ് വലുത്, അവളുടെ കാലാണ് കുഞ്ഞത്. അതത്ര ഇഷ്ടമല്ല, അതിനുള്ള വഴക്കായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അമ്മ അതിട്ട് കൊടുത്തു, ഒരു വിധത്തിൽ പറഞ്ഞ് സമാധാനിപ്പിച്ച്. പിന്നെ ഞാനും അമ്മയൊക്കെ കഴിച്ചു, അത്രേ ഉള്ളൂ.